എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഒരു കമൻറ്റ്, ഞാനിട്ട വീഡിയോയുടെ താഴെ വന്ന ഒരു കമൻറ്റ് നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിനക്ക് പണം ഉണ്ടാക്കണമെങ്കിൽ പിശാചിനെ ഫോളോ ചെയ്യുക. നിനക്ക് ദിനവും യേശു ഇപ്പോൾ സ്വർഗത്തിൽ അനുഭവിക്കുന്ന സമാധാനവും സന്തോഷവും വേണോ? യേശുവിനെ ഫോളോ ചെയ്യുക. വായിക്കാൻ കണ്ണുള്ളവൻ കാണട്ടെ. ഒരു ചെറുപ്പക്കാരനായ സ്നേഹിതനാണ്. പ്രൊഫൈൽ പിക്ചർ അങ്ങനെയാണ് കിടക്കുന്നത്. ഇദ്ദേഹം ഇങ്ങനെ എഴുതാനായിട്ടുള്ളൊരു കാരണം, ഞാൻ ഈ ദിവസങ്ങളിൽ ഒരു പുസ്തകത്തിൽ നിന്ന് ഇതാണ് പുസ്തകം. ഡോക്ടർ പി വിജയൻ സാർ എഴുതിയ കോടീശ്വരനാകാം മനഃശക്തിയിലൂടെ എന്ന പുസ്തകത്തിൽ നിന്ന് ഓരോ അധ്യായങ്ങൾ വായിച്ച് ഇങ്ങനെ ഞാനത് വീഡിയോ ആക്കി ചെയ്ത് യൂട്യൂബിലിടുന്നുണ്ട്. കുറച്ച് ആളുകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ താഴെ വന്ന ഒരു കമൻ്റാണ്. അപ്പം ഇദ്ദേഹം പണത്തോട് അമിതമായ വിരോധം ഉള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് പണം ഉണ്ടാക്കരുത്, സമ്പാദിക്കരുത്. അപ്പോൾ അദ്ദേഹം അതിനാണ് ഈ കമൻ്റ് എഴുതിയിരിക്കുന്നത്. ഇപ്പം എൻ്റെ ഒരു ചോദ്യം, ഈ പണം ഉണ്ടാക്കരുത് എന്ന് പറയുമ്പോൾ നമ്മുടെ ദൈനംദിന ആവശ്യം എങ്ങനെ നടക്കും? അപ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവം നടത്തിക്കോളും. ദൈവം എങ്ങനെയാണ് നടത്തുന്നത്? ഒരാഴ്ചയിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 5-6 സുവിശേഷകന്മാരെങ്കിലും അവരുടെ ദയനീയ അവസ്ഥ, സാമ്പത്തികമില്ലായ്മ വിളിച്ച് സംസാരിക്കാറുണ്ട്. ചിലർ പറയും അവർക്ക് മരുന്ന് മേടിക്കാൻ പൈസയില്ല. ചിലർ പറയും അവർക്ക് പല ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് സുവിശേഷകർ ഇത് പറയുന്നു എന്ന് ചോദിച്ചാൽ അവരുടെ കയ്യിൽ പണമില്ല. ഇതല്ലേ, എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ട്. എനിക്കും ഒരുപാട് സാമ്പത്തിക ആവശ്യങ്ങളുണ്ട്. ഞാൻ പലരോടും പൈസ വാങ്ങിക്കുകയും തിരിച്ചു കൊടുക്കുകയും പിന്നെയും വാങ്ങുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നത്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പണം ആവശ്യമാണ്, ഇല്ലേ? പണമില്ലാതെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ? ദൈവം നടത്തിക്കോളും എന്ന് പറയുമ്പോൾ ഈ എന്തെങ്കിലും ഒരു വഴി ദൈവം തുറന്നു തന്നാൽ അതൊരു സാമ്പത്തിക നന്മ അതല്ലേ തരുന്നത്? അപ്പോൾ ഇത്രയും ഒരു ചെറുപ്പക്കാരനായ വ്യക്തി, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഒരു 10, 25, 30 വയസ്സ് പ്രായം കാണും. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ കണ്ടിട്ട് എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ പണം ഉണ്ടാക്കരുത് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം പണി ചെയ്യരുത് എന്നാണ്. എനിക്ക് ഈ പ്രിയ സ്നേഹിതൻ്റെ പേരൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയ ഒരു വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എഴുതിയ വാക്കുകളാണ്. നിനക്ക് പണം ഉണ്ടാക്കണമെങ്കിൽ പിശാചിനെ ഫോളോ ചെയ്യുക. അപ്പോൾ ജോലി ചെയ്തെങ്കിൽ മാത്രമേ പണം ഉണ്ടാകുകയുള്ളൂ. പ്രിയ സ്നേഹിതന്മാർ മനസ്സിലാക്കേണ്ടത്, പണിയെടുക്കാത്തവൻ ഒരിക്കൽ പോലും ജീവിതത്തിൽ സമ്പാദ്യം ഉണ്ടാക്കാൻ പറ്റത്തില്ല. എല്ല് മുറുകെ പണിയെടുത്താൽ പല്ല് മുറുകെ തിന്നാം എന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അപ്പോൾ പണിയെടുക്കാതെ ജീവിക്കുന്ന ഒരു സമൂഹം എന്ന് പറഞ്ഞാൽ സുവിശേഷകന്മാരാണ്. അവരെ സംബന്ധിച്ച് അവർ പണിയെടുക്കുകയില്ല. കാരണം അവർക്ക് പണിയെടുക്കേണ്ട ആവശ്യമില്ല. അവരൊരു ഏതെങ്കിലും ഒരു പ്രാർത്ഥനാലയത്തിൽ പോയി ഒരു പ്രാർത്ഥന നടത്തുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ പോയി പ്രാർത്ഥിക്കുകയോ ചെയ്താൽ അവർക്ക് അതിനായിട്ടുള്ള സാമ്പത്തിക വഴിവാതിലുകൾ ആരെങ്കിലുമൊക്കെ കൊടുക്കും. പണമാണ് കൊടുക്കുന്നത്. അപ്പോൾ പണം ഉണ്ടാക്കരുത് എന്ന് ഈ സ്നേഹിതൻ ചിന്തിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം പണിയെടുക്കരുത് എന്നുള്ളതാണ്. നിങ്ങളത് ആദ്യം മനസ്സിലാക്കണം. അപ്പം നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു ആയുസ്, ആ ആയുസ്സിൽ പണിയെടുക്കാതെ മറ്റുള്ളവരെ പറ്റിച്ച് എങ്ങനെ ജീവിക്കാം എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. മറിച്ച് അധ്വാനിച്ച് നമ്മുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക നിലവാരം മെച്ചപ്പെടുത്തുകയും നമ്മുടെ മക്കൾക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും ആവശ്യമായ ഓരോ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട കാര്യമാണ്.
അപ്പോൾ പണമില്ലാതെ ഒരിക്കലും നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അപ്പം എങ്ങനെ ഒരു വ്യക്തിക്ക് പണം ഉണ്ടാക്കാം, അത് അവൻ്റെ മാനസിക നില എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് വിവരിക്കുന്ന ഒരു പുസ്തകമാണ്. ഇതിൻ്റെ അകത്ത് ഒരുപാട് പേരുടെ ജീവചരിത്രങ്ങൾ എഴുതിയിട്ടുണ്ട്. വെറും ദാരിദ്ര്യപരമായ ജീവിതാവസ്ഥയിൽ നിന്നും മുമ്പോട്ട് വന്നവർ. ഒന്നാലോചിച്ച് വയ്ക്കും. ഇനിയിപ്പം മറ്റൊരു കാര്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ഉത്തർപ്രദേശിൽ വാരണാസിക്കടുത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാനിവിടെ ഒരുപാട് ഹോം ചർച്ചുകൾ പോയി കണ്ടിട്ടുണ്ട്, വീടുകളിലുള്ള ആരാധന. ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നെ ഒരു ദിവസം ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ വിളിച്ചു. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു വീടാണ്. ആ വീടിൻ്റെ ഒരു ചെറിയ ഹാളിൽ ആളുകൾ ഇരിക്കുന്നു. ആ ഹാളിനോട് ചേർന്ന് 4 മുറികളുണ്ട്. ആ 4 മുറികളും ആളുകൾ ഇരിക്കുന്നു. അതിനുശേഷം ഈ ഹാളിനോട് ചേർന്നായിട്ട് ഒരു കക്കൂസുണ്ട്, ഒരു ബാത്റൂമുണ്ട്. ആ ബാത്റൂമിൻ്റെ അകത്ത് ക്ലോസറിൻ്റെ അകത്ത് കല്ലിങ്ങനെ അടുക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പലകയിട്ട് അതിൻ്റെ അകത്തും ആളുകളിരിക്കുന്നു. ആ കക്കൂസിനോട് ചേർന്ന് ഒരു സ്റ്റെയർ കേസ് ഉണ്ട്. ആ സ്റ്റെയർ കേസിൻ്റെ അടിയിലും ആ സ്റ്റെയർ കേസിലും ആളുകളിരിക്കുന്നു. അപ്പം അത് മാത്രമല്ല, ഇവിടെയൊക്കെ ഉള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നല്ല ചൂടുള്ള പ്രദേശമായതുകൊണ്ട് കാറ്റ് കിട്ടാൻ വേണ്ടി മുകളിൽ ഈ കോൺക്രീറ്റ് അല്പം സ്ഥലം ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടേ. അപ്പം ഞാൻ പറഞ്ഞത്, ഞാൻ അവിടെ ചെന്നു, എന്നെ പ്രസംഗിക്കാൻ വിളിച്ചു. ഞാൻ അവിടെ പോയി ദൈവദിനം സംസാരിച്ചപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ ദുഃഖം തോന്നി. എന്താണെന്ന് ചോദിച്ചാൽ, ഏതാണ്ട് ഈ പ്രാർത്ഥനാലയത്തിൽ വീടിൻ്റെ അകത്തും പുറത്തും, കക്കൂസിലും മുറികളിലും, ചാപ്പക്കൽ എന്ന് പറഞ്ഞ വാട്ടർ ട്യൂബ് വെല്ലുണ്ട്, അതിൻ്റെ സ്ഥലത്തും എല്ലാം കൂടെ നമ്മൾ കണക്കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ ഒരു 300-ലധികം ആളുകളുണ്ട്. തീർത്തും ദാരിദ്ര്യം അനുഭവിക്കുന്ന, സാമ്പത്തികപരമായി ഒരു മെച്ചമില്ലാത്ത, ദൈനംദിനം വരെ ഈ ഭട്ടയിൽ, അതായത് ഈ ഈട്ട ഉണ്ടാക്കുന്ന കടകളിൽ ഇവിടെ പോയി അവിടെ ജോലി ചെയ്യുന്നവർ, ഇവരെല്ലാം അവിടെ ഇരിക്കുക. അപ്പോൾ ഞാനൊരു കേരളക്കാരനാണ്, കേരളത്തിൽ നിന്ന് വന്ന ആളാണ്, സ്കൂൾ നടത്തുന്ന ആളാണെന്നൊക്കെ ഉള്ളൊരു പ്രതീക്ഷയിൽ അവർ പ്രതീക്ഷയോടുകൂടി എൻ്റെ മുഖത്തേക്ക് നോക്കുന്നു. കാരണം അവരുടെ അടിസ്ഥാനപരമായ ആവശ്യം ഒരു 10 സെൻറ്റ് സ്ഥലം വാങ്ങിച്ച് അവിടെ ഒരു 20 അടി വീതിയും 40 അടി നീളവുമുള്ള ഒരു ഹോള് പണിയുക. അത് ഒരു ആസ്പെറ്റോസ് ഷീറ്റ് ആണെങ്കിലും ഇട്ട് ഒരു ഹോള് പണിയുക. അപ്പോൾ ഞാനത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ സങ്കടം തോന്നി, ഇവരെ സഹായിക്കണം തോന്നി. പക്ഷേ അടിസ്ഥാനപരമായി ഞാൻ എങ്ങനെ ഇവരെ സഹായിക്കും? ഒരു 15 ലക്ഷം രൂപ മുടക്കിയാൽ അവിടെ മനോഹരമായ ഒരു ആലയം, സ്ഥലം വാങ്ങിച്ച് ചെറിയ രീതിയിലാണെങ്കിലും ഒരു ആലയം പണിയാൻ സാധിക്കും. ഞാൻ എവിടെ നിന്നാണ് ഈ 15 ലക്ഷം രൂപ കൊടുക്കുന്നത്? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. ഞാൻ ഈ മാന്യ സ്നേഹിതനോടാണ് പറയുന്നത്, നിനക്ക് പണം ഉണ്ടാക്കണമെങ്കിൽ നീ പിശാചിനെ ഫോളോ ചെയ്യുക. ഈ പള്ളി പ്രാർത്ഥിക്കാനിരിക്കുന്ന ആലയം ദൈവം ഇറങ്ങി വന്ന് പണിത് തരുമോ? ഇല്ല, അതിന് പണം വേണ്ടേ? അപ്പോൾ ഈ 15 ലക്ഷം രൂപയോളം അവിടെ, അപ്പം ഈ അവിടുത്തെ ഉപദേശി പാസ്റ്റർ പറഞ്ഞു, ഈ ബ്രദർ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഈ വിഷയത്തെക്കുറിച്ചൊക്കെ ഒന്ന് പറയണം, ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിലും. അപ്പം നിങ്ങൾ ചോദിക്കും, ഈ 100-300 പേര് കൂടുന്ന ഇവിടെ അവർക്ക് പിരിവെടുക്കാൻ വേണ്ടി അതിനുള്ള സാമ്പത്തികമുള്ളവരല്ല. പൊതുവെ ഈ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ നമ്മൾ കടന്നു വരുമ്പോൾ കേരളത്തിലെ പോലെ സുവിശേഷ വേലയ്ക്ക് കൊടുക്കുന്നവരുമല്ല, അതിനുള്ള സാമ്പത്തിക ശേഷി ഉള്ളവരുമല്ല. ഇപ്പം ഞാൻ അവരോട് എന്ത് പറയും? ഞാൻ പറഞ്ഞു, ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് 1-2 വീഡിയോകൾ ചെയ്യാം. ഞാനപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ ആ പണം എന്താണ്, അത് ദൈവം തരുന്നതാണ് എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ അത് നമ്മുടെ സഹജീവികളോട് കാരുണ്യം കാണിക്കാൻ വേണ്ടിയാണ് ഈ പണം നമുക്ക് ലഭിക്കുന്നത്. ലോകത്തിൽ ഏറ്റവും അധികം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ബിൽഗേറ്റ്സാണ്. അതുപോലെ ഇന്ത്യയിലേക്ക് നോക്കിയാൽ ടാറ്റയാണ്. എത്രയോ
ഒരു ദിവസം 4 കോടി രൂപയിലധികം പൈസ ജീവകാരുണ്യത്തിന് വേണ്ടി കൊടുക്കുന്ന ഇന്ത്യയിലെ ബിസിനസ്സുകാരുണ്ട്. നമുക്ക് എന്ത് കൊടുക്കാൻ സാധിച്ചു? ഒരു 100 രൂപയെങ്കിലും എടുത്ത് ഒരു സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് താമസിക്കുന്ന ഒരു പാവപ്പെട്ടവന്, ഒരു സാധാരണക്കാരനോ കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഉണ്ടോ നമ്മുടെ കയ്യിൽ? ഈ ഇട്ടിരിക്കുന്ന ഉടുപ്പും അകത്തിട്ടിരിക്കുന്ന ഈ വഴിവസ്ത്രങ്ങളും ഇതൊക്കെയല്ലേ ഉള്ളൂ. അല്ലാതെ ഈ കാണിച്ചു വച്ചേക്കുന്ന എല്ലാം വെറും ഷോകൾ മാത്രമാണ്. എന്നതാ ഉള്ളത്? പറഞ്ഞു വരുമ്പം ഇപ്പോൾ ഒരു ആവശ്യം വന്ന് പറയുകയാണ്, എനിക്ക് ഒരു 1 ലക്ഷം രൂപ വേണം എന്ന് പറഞ്ഞാൽ എടുക്കാനുണ്ടോ കയ്യിൽ? ഇല്ല. പെട്ടെന്നൊരു ആശുപത്രി കേസ് വന്നു, ആശുപത്രി പോകണം, പൈസ ഉണ്ടോ? നിനക്ക് പണം ഉണ്ടാക്കണമെങ്കിൽ നീ പിശാചിനെ ഫോളോ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ആശുപത്രി വന്ന് ഈ ആശുപത്രിയിലെ ബില്ല് പിശാച് അടയ്ക്കുമോ? നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇങ്ങനെയുള്ളവരുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ ഇടുങ്ങിയ ചിന്താഗതികളുള്ള മനസ്സും ദരിദ്രമാണ്, ജീവിതവും ദാരിദ്ര്യമാണ്. ഇങ്ങനെ ഇവരെ വിളിക്കുന്നതാണ് ദാരിദ്ര്യവാസികൾ എന്നാണ് ഇവരെ വിളിക്കാൻ പറ്റുള്ളൂ. ഇവരോ ദരിദ്രരാണ്, മറ്റുള്ളവരെയും ദാരിദ്ര്യത്തിൽ. അപ്പം ഞാൻ ഈ കോടീശ്വരനാകാം മനഃശക്തിയിലൂടെ എന്നുള്ള വീഡിയോ ചെയ്തിട്ട് ഒരുപാട് പേര്, എത്ര പേര് കണ്ടു? വളരെ കുറച്ച് ആളുകൾ കണ്ടുള്ളൂ. അതേസമയം ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഒരുത്തൻ്റെ കുറ്റം പറഞ്ഞാൽ അത്, അല്ലെങ്കിൽ ഒരുത്തനെതിരെ വിമർശിച്ച ഒരു കാര്യം അങ്ങ് ചെയ്താൽ വേണ്ട ചൂടപ്പം പോലെ വിറ്റുപോകുക, ചൂടപ്പം പോലെ ആളുകൾ ഇത് കാണും. ഇതാണ് നമ്മുടെ അവസ്ഥ. എന്നാൽ എത്ര നല്ല കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്, എത്രയോ ആളുകളുടെ ജീവചരിത്രമാണ് എഴുതി വെച്ചിരിക്കുന്നത് നമ്മളൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ പണമില്ലെങ്കിൽ അപ്പം എങ്ങനെ പണം ഉണ്ടാക്കാം, എങ്ങനെ ജീവിതത്തിൽ വിജയിക്കാം, സാമ്പത്തിക നന്മകളിലേക്ക് എങ്ങനെ കടന്നു വരാം എന്നതിനെ വിവരിക്കുന്ന ഒരു പുസ്തകം പഠിപ്പിക്കുമ്പോൾ ചിലവർ അതിൻ്റെ താഴെ വളരെ മോശം ദാരിദ്ര്യം. നിങ്ങൾ എഴുതുന്ന ഓരോ കമൻറ്റുകളിലും നിങ്ങളുടെ സ്വഭാവം വെളിവാകുന്നു. ഇതാണ് പകയും വിദ്വേഷവും. ഈ വീഡിയോ കണ്ടിട്ടല്ല ഇവർ ഈ കമൻ്റ് ഒന്നും എഴുതുന്നത്, ഇവരാ ഹെഡിങ് അങ്ങ് വായിക്കുന്നു. ഇതുപോലെ മനുഷ്യനെ പണിയെടുക്കാത്തവനാക്കി തീർക്കുന്ന ഒരു പ്രസ്ഥാനം. അതുകൊണ്ട് എല്ലാവരും ഒരു ബൈബിളും എടുത്ത് കക്ഷത്തിൽ വെച്ച് സുവിശേഷ വേലയാണ് എന്നും പറഞ്ഞ് ഇറങ്ങിയാണ്. പെയിൻറ്റിൻ്റെ പണിയുണ്ട്, മേസ്ത്രി പണിയുണ്ട്, തടിയിറക്കൽ ജോലിയുണ്ട്. ഇതിനൊന്നും ആരും പോകില്ല, ഒരു പണിയില്ല. ഒരു പണിക്കും പോകാതെ മറ്റുള്ളവൻ്റെ കയ്യിലുള്ള സമ്പത്ത് കണ്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ. ഞാൻ ഈ നോർത്ത് ഇന്ത്യയിൽ ഇങ്ങനെ ഒരുപാട് ചർച്ചകൾ കണ്ടിട്ടുണ്ട്. ഒരു ക്രിസ്മസ് പ്രോഗ്രാമിന് എന്നെ വിളിച്ചപ്പോൾ ഞാൻ അവിടെ ചെന്ന് 2000 പേര് പങ്കെടുക്കുന്ന ഒരു മീറ്റിങ്ങിൽ ഞാൻ അവിടെ പോയി പ്രസംഗിക്കുക. ഞാൻ ഇതിൻ്റെ ഒന്നും വീഡിയോ ഒന്നും ഞാൻ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാറില്ല. അവർക്കും ഇരുന്ന് പ്രാർത്ഥന, വെറും നിലത്തിരുന്ന് ഈ നമ്മുടെ നാട്ടിലെ പ്ലാസ്റ്റിക് വിരിച്ചാണ് ഇരിക്കുന്നത്. എന്നിട്ട് ഞാൻ അവർക്ക് ഇരിക്കാൻ കൂടെ മാറ്റും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞത്, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എൻ്റെ സാമ്പത്തിക നിലവാരം അനുസരിച്ച് ഞാൻ ചെയ്യുന്നു. ഇതാ ഞാൻ പറഞ്ഞു തന്നെ. അപ്പോൾ പണമില്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറ്റുമോ? നിങ്ങളുടെ കുട്ടികൾക്ക് നല്ല ഒരു ആഹാരം വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ പണം വേണ്ടേ? ഒരിക്കലും ഞാൻ ഒരു ഹോട്ടലിൽ കയറി, ഞങ്ങളുടെ നാട്ടിൽ അടിമാലിൽ ഒരു ഹോട്ടലിൽ എന്നെ ഒരാൾ വിളിച്ചുകൊണ്ട് പോയി. എൻ്റെ ഒരു സ്നേഹിതൻ വളരെ നാളുകൾ കൂടി എന്നെ കണ്ട് എന്നെ വിളിച്ചുകൊണ്ട് പോയതാണ്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഹോട്ടലിൽ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്കൊരു മീൻ വറുത്തത് മേടിക്കാം. അപ്പം ഞാൻ വലിയ ഭോജനപ്രിയനൊന്നുമല്ല, ഹോട്ടലിൽ കയറി അതുപോലെ ഭക്ഷണം കഴിക്കാറുമില്ല. കാരണം അങ്ങനെ ഒരു മനോഭാവമൊന്നും എനിക്കില്ല. ഈ പുള്ളിക്കാരൻ ഒരു വലിയ മീനങ്ങ് മേടിച്ചു. ഇത്രയേ ഉള്ള ഒരു മീൻ, അത് പൊരിച്ച് അവിടെ കൊണ്ടുപോയി വെച്ചേക്കുക. എന്നിട്ട് പറഞ്ഞു, രാജു കഴിക്കുക. ഈ മീൻ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും തൊട്ടപ്പുറത്തെ ടേബിളിൽ ഒരു അപ്പനും മകനും ഇരുന്ന് ഭക്ഷണം കഴിക്കുക. ഈ കൊച്ചൻ, അവർ സാധാ ഊണാണ് കഴിക്കുന്നത്. ഈ കൊച്ചൻ
ഞങ്ങൾ കഴിക്കുന്ന ഈ പാത്രത്തിൽ മീനിലേക്ക് ഇങ്ങനെ നോക്കും. അന്നേരം അവൻ്റെ അപ്പം പറയും, അവിടെ നോക്കി കഴിക്കടാ. അപ്പം എനിക്കിത് വലിയ സങ്കടം തോന്നി. എന്നാൽ ഈ മീനിൻ്റെ പകുതി എടുത്ത് കൊടുക്കാൻ പറ്റുമോ? ഓർഡറല്ലേ ഞാൻ ചോദിക്കുന്നത്. അത് ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടണമെന്ന് നിർബന്ധമുണ്ടോ? പക്ഷേ ഞാൻ ചോദിക്കുന്ന, എന്തുകൊണ്ടാണ് നിങ്ങളുടെ മക്കൾക്ക് നല്ലൊരു ആഹാരം മേടിച്ചു കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലാത്തത്? എൻ്റെ കാര്യം ഉൾപ്പെടെയാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? നിങ്ങളുടെ മക്കൾക്ക് നല്ലൊരു വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് കഴിയുന്നില്ല? നിങ്ങളുടെ കുട്ടികളെ നല്ലൊരു സ്കൂളിലോ കോളേജിലോ വിട്ട് പഠിപ്പിക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? കാരണം നിങ്ങൾ അലസന്മാരാണ്. നിങ്ങൾ പണിയെടുക്കുകയില്ലാത്തവരായതുകൊണ്ടാണ്. പണിയെടുക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കയ്യിൽ പണം ഉണ്ടാവും. അത് ഭാര്യയും ഭർത്താവും ഒരേപോലെ നിന്ന് പണിയെടുത്താൽ നല്ല സമ്പാദ്യം ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും. പിള്ളേർ മറ്റുള്ളവരുടെ മുമ്പിൽ പോയി ഇരക്കേണ്ടി വരില്ല. അപ്പം ഈ അപ്പന് ആ മോന് വേണമെങ്കിൽ ഒരു മീൻ വറുത്തതോ ബീഫ് ഫ്രൈയോ മേടിച്ചു കൊടുക്കാം. പക്ഷെ പുള്ളിയുടെ ഈ കാശില്ല. ഒരിക്കൽ ഞാൻ അടിമാലിക്കടുത്ത ഒരു സ്ഥലത്ത് ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരപ്പൻ തൻ്റെ മകനെ തല്ലുകയാണ്. ഞാൻ ചോദിച്ചു, എന്തിനാ ചായ ഇവനെ ഇങ്ങനെ തല്ലുന്നത്? അന്നേരം പറഞ്ഞു, ഇവൻ അയലോക്കംകാരൻ്റെ കൊക്കോ കട്ടുപറിച്ചു. ഞാൻ ചോദിച്ചു, എന്തിനാ അവനെ നീ കട്ടുപറിച്ചത്? തല്ലെല്ലാം കിട്ടിക്കഴിഞ്ഞ് ഈ പുള്ളി ഒരു വെളിവില്ലാത്തവനെ ഈ കാർന്നവര്. ഇവൻ പറഞ്ഞു, എനിക്ക് വിശന്നിട്ടാണ് ഞാൻ കട്ടുപറിച്ചത്. ഞാൻ ചോദിച്ചു, ഈ വിശക്കാൻ നിനക്ക് വീട്ടിൽ നിന്ന് ആഹാരമൊന്നും കിട്ടുന്നില്ലേ? അപ്പോഴാണ് ചരിത്രം ഈ കാർന്നവർ ഒരു പണിയും ചെയ്യുകയില്ല. പുള്ളി കഥ എഴുത്ത് കവിത എഴുത്ത് ഒക്കെ ആയിട്ടാണ് നടക്കുന്നത്. രാവിലെ പുള്ളി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ നിന്നൊരു വെള്ള ഷർട്ടും മുണ്ടും ഒക്കെ എടുത്തു കൊടുത്ത് സിറ്റിക്ക് ഇറങ്ങും. എന്നിട്ട് അവിടെ പോയി ഇങ്ങനെ കറങ്ങിയൊക്കെ നടക്കും. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് മാനസികമായി അല്പം ഒരു ബുദ്ധിമുട്ടുള്ളൊരു സ്ത്രീയാണ്. മൂന്ന് പെൺമക്കളുമുണ്ട്. എന്തിനേറെ പറയുന്നു, ഈ തള്ള പണിയാൻ പോയി കൊണ്ടുവരുന്ന ഈ പൈസ കൊണ്ടാണ് ഈ കുടുംബം കഴിയുന്നത്. 2 പെൺമക്കളെ പഠിപ്പിക്കണം. ഒരു ചെറുക്കനുണ്ട്, അവനാണെങ്കിൽ അയലോക്കംകാരൻ്റെ കൊക്കോ കട്ടുപറിച്ചിരിക്കുന്നു. എങ്ങനെ ഇവൻ കള്ളനാകാതിരിക്കും നിങ്ങൾ പറ? അതേസമയം ഈ കാർന്നവരെ പോയി പണിയെടുത്ത് കുടുംബം പുലർത്തിയാൽ ഈ കുടുംബം നടക്കില്ലേ? അപ്പൊ ഈ സ്നേഹിതൻ പറയാണ്, നിനക്ക് പണം ഉണ്ടാക്കണം, നീ പിശാചിനെ ഫോളോ ചെയ്യുക. അപ്പൊ ഞാൻ ചോദിക്കുന്ന, ഈ മനുഷ്യനൊക്കെ എത്ര അധമനാണ്, എത്ര അഹങ്കാരിയാണ്, എത്ര നികൃഷ്ടനാണ്, എത്രമാത്രം സത്യസന്ധതയും ആത്മാർത്ഥതയും ഇല്ലാത്തവനാണ് കുടുംബത്തോടും കുഞ്ഞുങ്ങളോടും സമൂഹത്തോടും. ഒരുത്തൻ വീട്ടിൽ വന്ന് ഒരു ഭിക്ഷ യാചിച്ചാൽ കൊടുക്കാൻ നിന്റെ കയ്യിൽ ഉണ്ടോ 10 രൂപ? നീ പണിയെടുക്കുകയില്ലാത്ത നിന്റെ കയ്യിൽ എവിടെ നിന്നാണ് പൈസ? വേദപുസ്തകം പറയുന്ന പോലെ നമ്മൾ പറയുമ്പം കൈകൾ തളികയിൽ പൂത്തുന്നു എന്ന് പറഞ്ഞ പോലെ നേരം വെളുത്താലും എഴുന്നേൽക്കുകയില്ലാതെ 2 കൈയും കാലിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ ചേർത്ത് വെച്ച് സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. ഉച്ചയാകുമ്പോൾ എഴുന്നേൽക്കുന്നു, വായി നോക്കി നടക്കുന്നു, പണിയെടുക്കുകയില്ല. പിന്നെ നിന്റെ മക്കൾ എങ്ങനെയാണ് കള്ളന്മാരും കൊള്ളക്കാരും ആകാതിരിക്കുന്നത്? അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. മാതാപിതാക്കൾ തന്നെയാണ് മക്കളെ നശിപ്പിക്കുന്നത്. അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ വലിയ പ്രശ്നമുണ്ടാകും. നമ്മളത് ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, സുഹൃത്തെ, പണത്തോടുള്ള നമ്മുടെ ഒരു സമീപനമുണ്ടല്ലോ, അത് മാറ്റണം. ഈ ഒന്നുമില്ലാതിരുന്നിട്ട് പണം ഉണ്ടായവൻ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അവൻ ആദ്യം പോയി 2 മാല മേടിക്കും, കഴുത്തേലിടും, ബട്ടൺസ് ഒക്കെ തുറന്നിട്ട് ഇങ്ങനെ വിശാലമായിട്ട് നടക്കും. കയ്യിൽ 4 മോതിരമൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ട് നടക്കും.
പണമുള്ളവൻ, പണം കണ്ടു വളർന്നവൻ, അവൻ സിമ്പിൾ. കഴിഞ്ഞ ദിവസം ഒരു 2 ഫോട്ടോ കിട്ടും. ഒന്ന് ഫേസ്ബുക്കിൻ്റെ സ്ഥാപകൻ്റെ ഒരു ഫോട്ടോയും ഇന്ത്യയിലെ ഒരു കോൺട്രാക്ടറുടെ മകൻ്റെ ഫോട്ടോയും. ഇന്ത്യയിലെ ഒരു കോൺട്രാക്ടർ മകൻ കഴുത്തെ മുഴുവൻ സ്വർണവും കയ്യെ മുഴുവൻ സ്വർണവും ഒക്കെ ഇട്ട് ഭയങ്കര സ്റ്റൈലിൽ നടക്കുക. കോടിക്കണക്കിന് രൂപ ആസ്തിയുള്ള ഫേസ്ബുക്കിൻ്റെ സ്ഥാപകൻ ഒരു ടീഷർട്ടും ഒരു പാൻറ്റും ഇട്ടുകൊണ്ട് നടക്കുക. അപ്പം പണം ഉണ്ടായതുകൊണ്ട് മനുഷ്യൻ്റെ അഹങ്കാരം, എന്തിനാണ് പണം ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് എന്താണ് ലക്ഷ്യമിടുന്നത് എന്നുള്ളൊരു ചിന്താഗതി മനുഷ്യനെ ഭരിക്കണം. നമ്മുടെ സഹജീവികളോട് തൊഴിൽ കൊടുക്കാൻ കഴിയണം. ഞാൻ ഒരു ചെറിയ സ്ഥാപനം നടത്തുന്ന വ്യക്തിയാണ്. ഞാൻ 25-30 പേർക്ക് ജോലി കൊടുത്തിട്ടുണ്ട്. ആ 25-30 കുടുംബം എൻ്റെ ഈ ചെറിയ സ്ഥാപനത്തിലൂടെയാണ് കഴിഞ്ഞു പോകുന്നത്. എനിക്ക് ആഗ്രഹമുണ്ട് 1000 പേർക്ക് തൊഴിൽ കൊടുക്കണം. പക്ഷേ അതിന് എൻ്റെ ചിന്തകൾക്കനുസരിച്ച് ഞാനത് പഠിച്ച് മനസ്സിലാക്കി വളർന്ന് ബിസിനസ് മേഖലയിൽ എത്തണം, എന്നാലേ പറ്റുള്ളൂ. അപ്പം ആ 1000 കുടുംബം കഴിഞ്ഞു പോകുന്നെങ്കിൽ ഞാൻ സമൂഹത്തോട് ചെയ്യുന്ന വലിയൊരു നന്മയാണ്. അതേസമയം ഇതുപോലെയുള്ളവന്മാരിരുന്ന് ഈ കമൻ്റ് എഴുതി വിട്ടുകൊണ്ട് വാസ്തവത്തിൽ 1% പോലും വിവരമുള്ള വ്യക്തിയല്ല ഈ കമൻ്റ് എഴുതി വെക്കുന്നത്. ഇതാണ് ഞാനീ പറഞ്ഞത്. അപ്പോൾ ഈ നോർത്ത് ഇന്ത്യയിലേക്കൊന്ന് നോക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഈ സുവിശേഷ വേല എന്നൊക്കെ പറയുന്ന ഭയങ്കര പരിപാടിയൊക്കെ ഉണ്ട്. ഇവിടെ വരുന്നവരെല്ലാം 4 ദിവസം കഴിയുമ്പോൾ പരിപാടി നിർത്തി പോവുക. എന്താ കാര്യം? അടിസ്ഥാനപരമായി ഒരു സൗകര്യമില്ല. ഒരു സംഘടനയും ഈ പേപ്പറിൽ മാത്രം എഴുതി കണക്ക് കൂട്ടി കാശ് മേടിക്കുന്ന പരിപാടിയല്ലാതെ ഒരു സംഘടനയും ഈ പറയുന്നത് പോലെ ഒരു പ്രവർത്തനങ്ങളും ഈ ഉത്തർപ്രദേശിലോ ബീഹാറിലോ ചെയ്യുന്നില്ല. ഞാനിവിടെ 10,000 പേരുടെ സഭ നടത്തുന്നുണ്ട്, 1000 കുടുംബങ്ങളുണ്ട്, 500 വീട്ടുകാരുണ്ട്, 100 സഭയുണ്ട് എന്നൊക്കെ പറഞ്ഞ് വിദേശ രാജ്യങ്ങളിൽ പോയി കറങ്ങി സുഖിച്ച് പൊളച്ച് 5 സ്റ്റാർ ഹോട്ടലിൽ കയറി നിരങ്ങി നടക്കുന്നതല്ലാതെ, റിപ്പോർട്ട് എഴുതുന്നതല്ലാതെ ഇവിടെ വരുന്ന ഒരാളെ സംബന്ധിച്ച് അവന് അടിസ്ഥാനപരമായി ഒരു സൗകര്യമില്ല. പള്ളിയില്ല, പ്രാർത്ഥനാന്തരമില്ല. ഈ വരുന്നവൻ കുറേ പേര് വന്നു, സ്നാനപ്പെട്ടു, കുറേ ദിവസം ആരാധനാലയത്തിൽ വന്നു, അവസാനം അവന് മനസ്സിലാവും ഇവിടെ പള്ളിയില്ല, ഒന്നുമില്ല, അവൻ്റെ പണിക്ക് പോകും. ഇതാണ് മനസ്സിലാകുന്നത്. അല്ലാതെ ഇവിടെയൊക്കെ ഒരു പ്രവർത്തനമൊന്നുമില്ല, ചുമ്മാ ഈ കത്തിച്ച് വിടുന്നതാണ് ഓരോരുത്തന്മാർ. സംഗതി മനസ്സിലായോ? ഇത് ഞാൻ പറയുമ്പോൾ വിമർശനമുണ്ട്. സൗകര്യം ഉണ്ടെങ്കിൽ കേട്ടാൽ മതി എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ പച്ചയായ യാഥാർത്ഥ്യം പച്ചയായിട്ട് തന്നെയാണ് പറഞ്ഞത്. ഒരു ആത്മീയ നേതാക്കന്മാരും ഇവന്മാരൊന്നും ഈ നോർത്ത് ഇന്ത്യയിലേക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. അവരൊക്കെ ഈ ഇതെല്ലാം വിറ്റ് കാശുണ്ടാക്കി അമേരിക്കയിലും കാനഡയിലും പോയി സുഖിച്ച് ജീവിക്കുന്നതല്ലാതെ 18-20 കോടി രൂപയുടെ വീട് വെച്ച് മതിച്ച് പൊളച്ച് അവരുടെ മക്കളും കൊച്ചുമക്കളും എല്ലാം സുഖിച്ച് പൊളച്ച് ജീവിക്കുന്നതല്ലാതെ ഒന്നും ചെയ്യുന്നില്ല. ആദ്യമൊക്കെ ഇതൊക്കെ വലിയ വിമർശനമൊക്കെ ആയിട്ടൊക്കെ ഞാൻ ചെയ്തു. പിന്നെ എനിക്ക് മനസ്സിലായി നമ്മൾ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, ഇതൊന്നും ആരും കേൾക്കാനും പോകുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എങ്ങും ഒരു സുവിശേഷ പ്രവർത്തനമില്ല. ചുമ്മാ അവിടെ UP-യിൽ സുവിശേഷ വേലയാണ്, ബീഹാറിലാണ്, അവിടെയാണ്, ഇവിടെയാണ് 1500 സഭ നടത്തുന്നുണ്ട്, 15,000 സഭ നടത്തുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് മാസം എഴുതി വിട്ട് കാശ് മേടിക്കുന്നല്ലാതെ ഇവിടെ എങ്ങും ഒരു പരിപാടിയൊന്നുമില്ല. ഇത് പറയുമ്പോൾ എനിക്ക് ഒരുപാട് കാര്യം പറയാനുണ്ട്. ഇവിടെ 700-800 പേര് കൂടുന്ന ഹോം ചർച്ചുകളുണ്ട്. ഞാൻ പല സംഘടനകളുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഇവിടെ പല സഭകളുണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നത്, നിങ്ങൾ അവരെയൊക്കെ ഒന്ന് ഏറ്റെടുക്കണം. ഞാൻ പലരുടെ മുമ്പിൽ പോയി ഇത് പറഞ്ഞു, എന്നെ ബന്ധപ്പെടുത്തണ്ട, നിങ്ങൾക്ക് ഇവിടെ പല സഭകളുണ്ട്, ആ സഭകളൊക്കെ നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന സഭകളൊക്കെ ഒന്ന് ഏറ്റെടുക്കണം. അവർക്ക് അടിസ്ഥാനപരമായ സ്ഥലം മേടിച്ച് ബിൽഡിങ് പണിത് കൊടുക്കണം, ഒരു ആരാധനാലയം, ഒരു പാഴ്സനേജും പണിത് കൊടുക്കണം. ഭാരതത്തിൽ സുവിശേഷ വേല വളരണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യണമെന്നും പറഞ്ഞ് കേരളത്തിലെ പ്രമുഖന്മാരുടെ എല്ലാം മുമ്പേ ഞാൻ പോയി. ഇവന്മാരൊക്കെ ഒരെണ്ണം തിരിഞ്ഞു നോക്കിയതല്ലാതെ ഇവൻ്റെയൊക്കെ ഓഫീസിൽ ചെന്ന് ഒരു ഗ്ലാസ് കട്ടൻ ചായ പോലും ഈ മാര് തരികയില്ല. പല നേതാക്കന്മാരുടെ അടുത്ത് ഞാൻ പോയി, നീയൊക്കെ എന്തെങ്കിലും കഴിച്ചിട്ടാണോ വന്നത്? ഇത്രയും ദൂരം യാത്ര ചെയ്തിട്ടല്ലേ, അടിമാലിയിൽ നിന്ന് ഇത്രയും ദൂരം യാത്ര ചെയ്തല്ലേ, നോർത്ത് ഇന്ത്യൻ സൂചന
ഒരു ഗ്ലാസ് ചായ പോലും തരാത്ത സഭാ നേതാക്കന്മാരുണ്ട്. നമ്മൾ അവരുടെയൊക്കെ മുമ്പ് പോയി പട്ടി നിൽക്കുന്നത് പോലെ അവൻ്റെ വായിലോട്ട് നോക്കി ഇവനൊക്കെ എന്തെങ്കിലും സഹായിക്കും, നോർത്ത് ഇന്ത്യൻ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇമ്മാർക്ക് എന്തെങ്കിലും തരും, ഇവിടെ ഒരു 10 ചർച്ചെങ്കിലും പണിത് കൊടുക്കും, അല്ലെങ്കിൽ 10 പാഴ്സണേജെങ്കിലും പണിത് കൊടുക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് കേരളത്തിൽ അറിയപ്പെടുന്ന പ്രഗത്ഭന്മാരുടെ മുമ്പിലൊക്കെ പോയി തേണ്ടേ ഇങ്ങനെ പട്ടി നിന്ന് കൈ നീട്ടുന്ന പോലെ അവിടെ പോയി നിന്നു. നിങ്ങളിവിടെ ഒരു ചർച്ച പണിത് കൊടുക്കുക, ഒരു പാഴ്സണേജ് പണിത് കൊടുക്കുക, 10 പാസ്റ്റർമാരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തു. ഒരുത്തനുമില്ല. നിങ്ങളൊക്കെ ഈ കാണുന്ന ഈ ആളുകളുണ്ടല്ലോ, നേതാക്കന്മാർ, ഇവന്മാരൊക്കെ സ്വാർത്ഥന്മാരും കള്ളന്മാരുമാണ്. ഇവരൊന്നും സുവിശേഷ വേല എന്ന് പറഞ്ഞ് വരുവല്ല. ഇവരുടെയൊക്കെ അടിസ്ഥാനപരമായ ചിന്ത വയറെന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ വയറ് വീർപ്പിക്കണം, എൻ്റെ കുടുംബം നന്നാക്കിയെടുക്കണം, എൻ്റെ മക്കളെ സുഖമായിട്ട് കെട്ടിച്ചു വിടണം, അവർ അമേരിക്കയിലും കാനഡയിലും പോയി സുഖിക്കണം. ഇതല്ലാതെ ഒരൊറ്റവന്മാർക്കും ഒരു ഇതില്ല. ചുമ്മാ കള്ളന്മാരുടെ വേഷം കെട്ടി അവിടെ നിന്ന് പ്രസംഗം, ഇവിടെ നിന്ന് പ്രസംഗം, കവലയിൽ നിന്ന് പ്രസംഗം, മറ്റോടത്ത് നിന്ന് പ്രസംഗം എന്ന് പറഞ്ഞ് നടക്കുന്നതല്ലാതെ ഒരു സംഭവമില്ല. ഒരു സുവിശേഷവേല ഇവിടെ നോർത്ത് ഇന്ത്യയിൽ നടക്കുകയില്ലെന്ന് മാത്രമല്ല, നടക്കുന്നുമില്ല. ഈ പറയുന്നതെല്ലാം വെറും മായ എന്ന് പറയുന്ന പോലെ മാത്രം കാര്യങ്ങളുള്ളൂ. ഞാൻ അവരോട് പറഞ്ഞു 100 ഇൻഡിപെൻഡൻറ്റ് ചർച്ചുകൾ ഞാൻ നിങ്ങൾക്ക് തരാം, 100 എണ്ണം. നിങ്ങൾ അവിടെ ചർച്ച് ബിൽഡിങ്ങും ഒക്കെ പണിത് കൊടുക്കുക, പാഴ്സണേജ് പണിത് കൊടുക്കുന്നത് ഞാൻ പലരുടെ മുമ്പിൽ പോയി കേരളത്തെ ഇളക്കി മറിക്കുന്ന പ്രസംഗക്കാരുണ്ട്. അവരുടെയൊക്കെ എടുത്ത് ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് നോർത്ത് ഇന്ത്യയിലേക്കൊന്നും വലിയ ലക്ഷണമില്ല, ഞങ്ങൾക്ക് കേരളമുള്ളൂ. കേരളത്തിലാണെങ്കിൽ ഇഷ്ടംപോലെ വിദേശി NRIക്കാരുണ്ട്. അവരുടെ വീട്ടിൽ പോയി ഒരു കള്ളപ്രവചനം പറഞ്ഞ്, ഒരു നുണ പറഞ്ഞ്, ഒരു കെണി പറഞ്ഞ്, അത് പറഞ്ഞ് കാശുകൾ മേടിക്കാം, ജീവിക്കാം. ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നതുകൊണ്ട് എന്നോട് വിരോധം ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. ഞാനിത് പറയാനുള്ള കാര്യം പറഞ്ഞെന്ന് മാത്രമേ സൗകര്യമുള്ളവർ കേൾക്കുക, സൗകര്യമുള്ളവർ വിശ്വസിക്കുക. അല്ലാതെ സാജു തോമസ് ഇത് പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് നാളെ എൻ്റെ മുതുകത്തോട്ട് കുതിര കയറാൻ ആരും പറയണ്ട. ഞാനുള്ള പച്ചയായ യാഥാർത്ഥ്യങ്ങൾ പറയാൻ തുടങ്ങിയിട്ടുള്ള പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ് ഈ പറയുന്നത്. ഇവിടെ എങ്ങും ഒരു സഭയോ ഒരു സംഘടനയും ഒരു പ്രവർത്തനം നടത്തുന്നില്ല. അവനൊക്കെ അവനവൻ്റെ കീശ വീർപ്പിക്കാൻ വേണ്ടിയുള്ള പരിപാടി മാത്രമേ നടത്തുന്നുള്ളൂ. ഇതാണ് പച്ചയായ യാഥാർത്ഥ്യങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പം എൻ്റെ സ്നേഹിത, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, പണമില്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒരു 15 ലക്ഷം 20 ലക്ഷം രൂപ മുടക്കി ഒരു പള്ളി പാഴ്സണേജ് പണിത് കൊടുക്കാൻ ഈ താങ്കളെ കൊണ്ട് പറ്റുമോ? എന്നെ കൊണ്ട് പറ്റുമോ? എന്തുകൊണ്ട് പറ്റുകയില്ല? കാരണം ഇല്ല. ഇതാണ് സംഭവം. അപ്പം അതുകൊണ്ട് ഈ പണത്തെക്കുറിച്ചുള്ള ഒരു ചിന്താഗതി, ഈ പണം വന്നു കഴിഞ്ഞാൽ ആത്മീയതയിൽ നിന്ന് പോകും എന്ന് ആരാണ് പറഞ്ഞത്? അപ്പോൾ നിങ്ങളുടെ ആത്മീയത എന്താണ്? പണം വന്നാൽ പോകുന്നതാണോ ആത്മീയത? ഒരു സ്ത്രീയെ കണ്ടാൽ പോകുന്നതാണോ ആത്മീയത? നല്ല ഭക്ഷണം കണ്ടാൽ പോകുന്നതാണോ ആത്മീയത? അപ്പോൾ ആത്മീയത എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലില്ല എന്നുള്ളതാണ്. നമ്മൾ വെറുതെ ഒരു ജഡീക വേഷം കെട്ടി വന്നിട്ട് പണം ഉണ്ടായിക്കഴിയുമ്പോൾ ഈ ആത്മീയത വിട്ടു പോകുക എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി നമ്മുടെ ഉള്ളിൽ ആത്മീയത ഇല്ലായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഒരു വേഷം കെട്ടൽ മാത്രമേ ഉള്ളൂ. ഇതാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് പണത്തോടുള്ള കാഴ്ചപ്പാടുകൾ മാറ്റണം. പണമുണ്ടാകുമ്പോൾ മനുഷ്യൻ എന്നെ വഴിവഴച്ചു പോകും എന്ന് ചിന്തിക്കുന്നവൻ അവൻ ആദ്യമേ വഴിവഴച്ചവനാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നമുക്കൊരാളെ കണ്ടാൽ അവൻ്റെ ഇല്ലായ്മയിൽ, എൻ്റെ അയൽവക്കംകാരനെ അവൻ്റെ ഇല്ലായ്മയിൽ എനിക്ക് അവനെ സഹായിക്കാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി. യഥാർത്ഥ ഭക്തി എന്ന് പറഞ്ഞ അനാഥരെയും വിധവന്മാരെയും പോയി കാണുന്നതും അവരുടെ കഷ്ടതയിലും സങ്കടങ്ങളിലും അവരെ പരിപാലിക്കുന്നതും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ കൊടുക്കുന്നതുമാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഈ ആളുകളൊക്കെ ഈ മണ്ടന്മാരായിട്ട് ജീവിച്ചിട്ട് കാര്യമില്ല. പുതിയ പുതിയ പുസ്തകങ്ങൾ വായിക്കണം. എൻ്റെ കയ്യിൽ ഒരുപാട് പുസ്തകങ്ങൾ ഇതേണ്ട ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്, കുറേ പുസ്തകങ്ങൾ. ഇതിൻ്റെ അകത്ത് ഒരുപാട് പുസ്തകങ്ങൾ, ലോക പ്രശസ്തി ആർജിച്ച പല പുസ്തകങ്ങളും വായിക്കാനും ഒക്കെ പഠിക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ചെയ്യുന്നത് ആളുകൾക്ക് അറിവിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഒരു വീഡിയോ കാണുമ്പോൾ ആ വീഡിയോയിൽ എന്താണ് പറയുന്നത് എന്ന് ആദ്യം കേൾക്കുക, അതിനുശേഷം യുക്തി കൊണ്ട് ചിന്തിക്കുക. ഇദ്ദേഹം പറയുന്നത് ശരിയാണ്
ഇദ്ദേഹം പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചിന്തിക്കുക, എന്നതിന് ശേഷമേ പ്രതികരിക്കാവുള്ളൂ. ചില ആളുകളുണ്ട് ചുമ്മാ ഇരുന്ന് കമൻ്റ് എഴുതിക്കൊണ്ടിരിക്കുക, യാതൊരു പണിയില്ല. എന്താണ്, അവരെ സമൂഹത്തിനും കൊള്ളത്തില്ല, വീട്ടുകാർക്കും കൊള്ളത്തില്ല. അതുകൊണ്ട് ഈ സഹോദരൻ പറഞ്ഞ വാക്ക് ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, പണം വേണം ഈ പിശാചിനെ ഫോളോ ചെയ്യുക. ഇത് തെറ്റായൊരു ഇതാണ്, ചിന്താഗതിയാണ്. പണമുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതായത് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് മേടിക്കണമെങ്കിൽ പോലും പണം വേണം. പണമില്ലാതെ ഒരു കടയിൽ ചെന്ന് ചിരിച്ച് കാണിച്ചാൽ ആരും നമുക്ക് പൈസ തരില്ല, അല്ല സാധനം തരികയില്ല. എനിക്ക് 4 പൊറോട്ട വേണം എന്നും പറഞ്ഞ് ഞാനവിടെ നിന്ന് ഇങ്ങനെ 32 പല്ലും ഇങ്ങനെ പുറത്ത് കാണിച്ച് ചിരിച്ചുകൊണ്ടിരുന്നാലൊന്നും ആരും നമുക്ക് സാധനം തരില്ല. സാധനം മേടിച്ചിട്ട് പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മോന്തക്കുറ്റി അടിച്ച് പൊട്ടിച്ച് അവന്മാർ വിടും, അല്ലെങ്കിൽ അവിടെയുള്ള സകല പണിയും ചെയ്യും ഹോട്ടലിൻ്റെ അകത്ത്. അപ്പോൾ അതുകൊണ്ട് അധ്വാനിക്കാൻ, പണിയെടുക്കാൻ നമുക്ക് മനസ്സുണ്ടാവണം. മനസ്സുണ്ടെങ്കിൽ മാത്രമേ, പണിയെടുക്കാൻ തയ്യാറായെങ്കിൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാനൊരു സുവിശേഷകനാണ്, പാസ്റ്ററാണ്, അച്ഛനാണ്, ബിഷപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ കയറി കുത്തിയിരിക്കാതെ, പറമ്പുണ്ടെങ്കിൽ അവിടെ ഇറങ്ങി തുമ്പയെടുത്ത് കിളച്ച് 4 കപ്പമൂടെങ്കിലും ഇടാൻ, 2 വാഴയെങ്കിലും വെക്കാനുള്ള, 2 ചേമ്പോ ചേനയോ കാച്ചിലോ ഒക്കെ നടാനായിട്ടെങ്കിലും മനസ്സ് കാണിക്കണം. ഇല്ല എങ്കിൽ ജീവിതത്തിൽ ദാരിദ്ര്യത്തിൽ തന്നെ ജീവിക്കുകയുള്ളൂ. മറ്റുള്ളവർ വിജയിക്കുന്നത് കണ്ട്, അവൻ പണം ഉണ്ടാക്കുന്നത് കണ്ട് കൊതിയും വിട്ട് നുണയും പറഞ്ഞ് കെണിയും പറഞ്ഞ് അവനെ കുറ്റം പറഞ്ഞ് പരിഹസിച്ച് അസൂയോടുകൂടി നോക്കി കണ്ടുകൊണ്ട് ജീവിക്കാനേ വിധിയുള്ളൂ എന്ന് ചിലവർക്ക് അതേ വിധിച്ചിട്ടുള്ളൂ, ചിലവർക്ക് അതേ പറഞ്ഞിട്ടുള്ളൂ. കാരണം അവർ എപ്പോഴും മറ്റുള്ളവൻ്റെ ഇതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഊർജ്ജസ്വലരായി പണിയെടുക്കുന്നവരായി ജീവിക്കുക. പണിയെടുത്തെങ്കിൽ മാത്രമേ പണമുണ്ടാകുകയുള്ളൂ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു.